പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പറയാനാണ് ഞാൻ എഴുതുന്നത്. Once you enter the realm of electoral politics, you cease to be a creator. You will become a parrot. അപ്പോൾ അത് ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്ന ഒരു കാര്യം. അപ്പോൾ മുരളിച്ചേട്ടൻ്റെ ഇത് പെർസ്പെക്റ്റീവിൽ വാട്ട് ഈസ് എ സൂപ്പർ സ്റ്റാർ ആക്ച്വലി? എൻ്റെ ഫേവറേറ്റ് ഓൾ ടൈം ആക്ടർ എന്ന് പറയുന്നത് അച്ഛനാണ്. ആക്ട് ചെയ്യുന്ന സമയത്ത് there is only you and the character. ലൂസിഫറിലെ വേറൊരു തരം എക്സ്പെരിമെന്റ് ഉണ്ട്, അതിന്റെ ലെയറിങ്ങിലൊക്കെ ഉണ്ട്. പക്ഷെ അതിന്റെ ബേസിക് ഫോർമാറ്റിൽ പ്യൂർ ആയിട്ടുള്ള ഒരു കമേഴ്ഷ്യൽ എന്റർടൈൻമെന്റ് ഫോർമാറ്റിൽ എഴുതിയ ഒരു സിനിമയാണ്. മനസ്സിൽ ആഗ്രഹിക്കുന്ന സിനിമകൾ ചെയ്യാനായിരുന്നു സിനിമയിൽ എൻ്റർ ചെയ്യാൻ ഞാൻ വിചാരിച്ചത്. അപ്പൊ അതാണ് ടിയാനും കമാർ സംഭവം ഒക്കെ എക്സ്പെരിമെന്റിന്റെ എലിമെന്റ് ഉള്ള സിനിമകളാണ്. ഞാൻ പറയുന്നത് എന്തും പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു ഡയറക്ടറാണ് പൃഥ്വിരാജ്. പക്ഷെ ഞാൻ ചെയ്യുന്ന ജോലി എന്നുള്ള നിലയിലാണ് സിനിമയെ കാണുന്നത്, അത് മറ്റൊരു മേഖല എന്നുള്ള നിലയിൽ. അല്ലാതെ അതിനപ്പുറത്തേക്ക് അതിൻ്റെ ഒരു ഗ്ലിറ്റ്സ് ആൻഡ് ഗ്ലാമർ എന്ന് പറയുന്നത് പണ്ടേ എനിക്ക് മീഡിയം ഭയങ്കര ഇഷ്ടമാണ്. അതിൽ ആർട്ട് ഫോം ഇഷ്ടമാണ്. അത് കുട്ടിക്കാലം മുതൽ എനിക്ക് പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ. അപ്പൊ അതിൽ വന്നു പെട്ടതിന്റെ ഇത് സന്തോഷവും ഒക്കെ ഉണ്ടെന്നുള്ളതേ ഉള്ളൂ. എനിക്ക് ഇഷ്ടമുള്ളൊരു മേഖലയിൽ ജോലി ചെയ്യുന്നു എന്നുള്ള സന്തോഷം മാത്രം. ഇപ്പോഴും ഈ നമ്മളൊക്കെ പറയല്ലോ ഈ മലയാളത്തിലെ ഏറ്റവും ഹോട്ട് ടോപ്പിക് അല്ലെങ്കിൽ ഹോട്ട് റൈറ്റേഴ്സിൽ ഒരാൾ ഇവിടെയാണല്ലോ. അതിന്റെ ഈ പ്രഷർ ബാരിയേഴ്സ് എപ്പോഴെങ്കിലൊക്കെ എഫക്ട് ചെയ്യാറുണ്ട് ഈ റൈറ്റിംഗ് പ്രോസസ്സിൽ? എങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പറയാനാണ് ഞാൻ എഴുതുന്നത്. മനസ്സിൽ വരുന്ന സ്റ്റോറി ലൈൻസും ത്രെഡ്സും തീംസും ഒക്കെ പറഞ്ഞിട്ട് പോവാം എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്കൊന്നും. ഈ മമ്മൂക്ക് ഒരിക്കലും പറഞ്ഞിട്ടുണ്ടല്ലോ ഈ ചേട്ടൻ്റെ കണ്ണ് ഭയങ്കര സ്പെഷ്യൽ ആണെന്ന് ഇങ്ങനെ എപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ ചേട്ടൻ എഴുതുന്ന സിനിമകളിലും ഈ കണ്ണിന് ഭയങ്കര പ്രാധാന്യമുണ്ടല്ലോ. ഈ ലൂസിഫറിൽ ഈ ലാലേട്ടൻ്റെ കണ്ണിൽ ഭയങ്കര ഈ തീക്ഷ്ണതയുള്ളതും ഈ കമാര സംഭവത്തിലും ഈ കണ്ണ് ഭയങ്കര എന്താ പറയുക ഹുക്കിംഗ് പോയിന്റുകളൊന്നാണ്. ഈ കണ്ണ് ഷാർപ്പാക്കുക അല്ലെങ്കിൽ കണ്ണ് എങ്ങനെ ആക്ടേഴ്സിന്റെ യൂസ് ചെയ്യാന്നുള്ളതിൽ എന്തെങ്കിലും? റിയൽ ആക്ടിങ് ഹാപ്പൻസ് ഇൻ ദ ഐസ്. അത് കണ്ണുകളാണ് അതിന്റെ പ്രധാനപ്പെട്ടൊരു കേന്ദ്രം. കാരണം ഇന്റേണലി ഒരാൾ ഒരു കാര്യം ഫീൽ ചെയ്യുമ്പോഴാണല്ലോ പെർഫോമൻസിൽ അത് വരുന്നത്. ഇന്റേണലി ഒരു കാര്യം ഫീൽ ചെയ്താൽ ഇത് ആദ്യം പ്രതിഫലിക്കുക കണ്ണിലായി. കണ്ണ് പവർഫുൾ ആവുക എന്നുള്ള ആക്ടിങ്ങിൽ ഒരു മേജർ സംഭവമാണ്. പക്ഷെ ലൂസിഫറിലെ കണ്ണെന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. അത് കണ്ണ് അതിൻ്റെ ഒരു മേജർ മോട്ടീഫാണ് ലൂസിഫർ എന്ന് പറയുന്ന തീമിൻ്റെ. കാരണം അതിനകത്ത് ഐ ദ വാച്ചിങ് സിംഗിൾ ഐ എന്ന് പറയുന്ന സാധനം ഇലുമിനാറ്റിയുടെയും ഒക്കെ റിഫ്ലക്ഷൻ ഉള്ള ഒരു സംഭവമാണ്. കണ്ണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിന് സ്പെസിഫിക് ആയിട്ട്. അതർവൈസ് എല്ലാ ആക്ടേഴ്സിൻ്റെയും മേജർ ഇത് കണ്ണിലാണ്. അപ്പോൾ പെർഫോമൻസസിലും അതിനെ കോൺസെൻട്രേറ്റ് ചെയ്യും. ഈ സ്വന്തം പെർഫോമൻസിൽ എങ്ങനെ ഈ കണ്ണിൻ്റെ ഒരു കോൺഷ്യസ് ആയിട്ട് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. അത് നമ്മൾ ഫീൽ ചെയ്ത് പെർഫോം ചെയ്യുമ്പോൾ വരും എന്നുള്ളതാണ് ഇതാണ്. ഇപ്പോഴും ഈ സാറിന്റെ അച്ഛന്റെ ഒരു ആക്ടിങ് ഇതിനെ പറ്റി പറയുമ്പോൾ ഈ മുരളിച്ചേട്ടൻ പറഞ്ഞല്ലേ ഈ അച്ഛൻസ് ആക്ടിങ് കം ഔട്ട് ഓഫ് കോൺഫിഡൻസ് ആൻഡ് മേ ബി ഫ്രം ഫിയർ എന്ന് പറഞ്ഞ ഇപ്പോഴും ആ സംഭവം ഉണ്ടോ? ഫിയർ ഫാക്ടർ ഉണ്ടോ? ഫിയർ ഞാൻ പറഞ്ഞിട്ടില്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. അല്ല മീൻസ് ഇറ്റ്സ് ലൈക്ക് തമാശക്ക് പറഞ്ഞാണ് ജസ്റ്റ് അച്ഛന്റെ ഒരു കോൺഫിഡൻസും ഈ പറഞ്ഞ നേരെ ആക്ട് ചെയ്യുന്ന സമയത്ത് there is only you and the character. അതിൽ പിന്നെ ഒന്നുമില്ല. അത് നമ്മള് അത് മനസ്സിലാക്കുക, പരമാവധി നന്നായി മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനെ ഡെലിവർ ചെയ്യുക, അത്രേ ഉള്ളൂ. ഇപ്പോഴും ഈ ചില ക്യാരക്ടേഴ്സ് പ്ലേ ചെയ്യുമ്പോൾ ഈ കുറച്ച് അൺസർട്ടൺ ആവാറുണ്ടോ ശരിക്കും? ഈ അൺസർട്ടനിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാ ക്രിയേറ്റിവിറ്റിയുടെയും അത്യന്താപേക്ഷിതമായ കാര്യമാണ്. അതൊരു മോമെന്റ് ഓഫ് അൺസർട്ടനിറ്റി എന്തായാലും ഉണ്ടാവും. അത് നമ്മൾ ഈ എന്താ പറയുക, ഒരുപാട് പഠിക്കുന്ന കുട്ടിക്ക് പരീക്ഷയുടെ മുമ്പിൽ ഒരു ഫിയർ വരും എന്ന് പറയുന്ന പോലെയാണ്. പഠിക്കാത്ത കുട്ടിക്ക് അങ്ങനെ ഒരു ഫിയർ വേണ്ട. ഒരുപാട് പഠിച്ചു കഴിഞ്ഞാലാണ് ഒന്നും അറിഞ്ഞുകൂടാതെ ഒരു ഫീൽ വരുന്നത്. അതെന്തായാലും ആ മൊമെന്റ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് നമുക്ക് പരീക്ഷ അറ്റൻഡ് ചെയ്യാനും പറ്റും. ഈ രസികൻ റിലീസിന്റെ അന്ന് എങ്ങനെയായിരുന്നു സ്റ്റേറ്റ് ഓഫ് മൈൻഡ്? അത് നാച്ചുറലി ഒരു ഡെബ്യൂട്ടന്റ് എന്നുള്ള നിലയിൽ നമുക്കൊരു ഇതുണ്ടാവുക. പിന്നെ ഈ പറഞ്ഞ ബ്രഹ്മരം വന്നപ്പോഴും വ്യത്യാസം ഉണ്ട്. ലൂസിഫർ എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പൊ ഞാൻ എഴുതുകയും അഭിനയിക്കുകയും ചെയ്തൊരു സിനിമ ആയതുകൊണ്ടും ഡെബ്യൂ ആയതുകൊണ്ടും അതിന്റെ ഒരു ഫീലിംഗ് വേറെയാണ്. ഇതൊരു ആക്ടർ എന്നുള്ള നിലയിലായിരുന്നു രണ്ടാമത് വന്നത്. ഞാൻ എന്റെ പരമാവധി ഒരു ക്യാരക്ടർ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഞാൻ വിടുകയാണ്. അത് ആളുകൾ അതിനെ കാഴ്ചക്കാരതിനെ അക്സെപ്റ്റ് ചെയ്താൽ വളരെ സന്തോഷം. അക്സെപ്റ്റ് ചെയ്യാതിരിക്കാനുള്ള സാധ്യത ഉണ്ട് സിനിമയ്ക്കും പെർഫോമൻസിനൊക്കെ. അങ്ങനെയാണെങ്കിൽ അങ്ങനെ എന്നുള്ളത്. ഈ പറഞ്ഞ പോലെ അന്ന് ഈ രസികൻ കഴിഞ്ഞിട്ടൊരു ചെറിയ ഫേസ് ഉണ്ടല്ലോ. അന്ന് ഈ പറഞ്ഞ പോലെ ഈ ക്രിക്കറ്റ് ഭയങ്കര ഇഷ്ടമുള്ള ഒരാള്, ഭയങ്കര ഓൾറൗണ്ടർ ആയിട്ടുള്ള ഒരാള് പിന്നീട് ഈ പറഞ്ഞ ക്രിക്കറ്റ് ജേർണലിസ്റ്റ് ആണ് ആവുന്നത്.
അപ്പോഴും ഈ ക്രിക്കറ്റ് ജേർണലിസ്റ്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം നമ്മൾ പെയ്ഡ് ആയിട്ട് ചെയ്യാണ് കുറച്ചുകൂടെ ആ ഒരു പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ. അന്നത്തെ ഈ മെമ്മറീസും കാര്യങ്ങളൊക്കെ എങ്ങനെ ഒരു ഡേ ഒക്കെ കടന്നു പോയിരുന്നു ആസ് എ സ്പോർട്സ് ജേർണലിസ്റ്റ്? സ്പോർട്സ് ജേർണലിസ്റ്റ് ഞാൻ വളരെയധികം എൻജോയ് ചെയ്തൊരു സമയമാണ്. ദുബായിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ഒരുപാട് സ്പോർട്സ് പേഴ്സണാലിറ്റീസിന് ഇവിടെ ഉള്ള പോലെ ഒരുപാട് ബ്ലോഗ്സ് ഒന്നുമില്ല, നമുക്ക് നേരിട്ട് പോയി കണ്ട് സംസാരിക്കാം. അങ്ങനെ ഒരുപാട് എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ട്. അത് വളരെ ഇഷ്ടപ്പെട്ട, ഞാൻ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുള്ള എല്ലാ സമയവും എല്ലാ സംഭവങ്ങളും എല്ലാ വ്യക്തികളും ഒക്കെ എല്ലാ രീതിയിലും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള കാര്യമാണ് ഞാനെന്ന വ്യക്തിയിലേക്കും ഞാനെന്ന കഥാകാരനും. ആ ഫാദറിനെ കുറിച്ച് പറയുമ്പോഴേ എൻ്റെ വീട്ടിലൊക്കെ എൻ്റെ ഫാദറൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതായത് ആസ് എൻ ആക്ടർ നമ്മൾ കണ്ട് പഠിക്കേണ്ട ഒരാളായിരുന്നു. കാരണം ഈ മാമാട്ടിക്കുട്ടിയമ്മയിൽ പുള്ളി വരുമ്പോൾ ഇറ്റ്സ് ലൈക്ക് ഭയങ്കര ഹൈഫൈ ആയിട്ടുള്ള ഒരു ഭയങ്കര ഉദ്യോഗസ്ഥനായിട്ടുള്ള ഒരാൾ. അതേസമയം ഈ യവനികയിൽ വരുമ്പോൾ ഭയങ്കര ഒരു ചാമുള്ള എന്നാൽ ഭയങ്കര ക്രൂക്ഡ് ആയിട്ടുള്ള ഒരാളെ പോലെ. അക്കരയിൽ വരുമ്പോഴും ടിപ്പിക്കൽ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ഒരാൾ. അപ്പോൾ അച്ഛൻ്റെ റേഞ്ച് ഭയങ്കര അടിപൊളിയായിരുന്നു. എല്ലാ ക്യാരക്ടർ വന്ന് നിൽക്കുമ്പോഴും ഈ അവനിക്കിൽ മുടി ചെയ്യുന്നൊരു സീക്വൻസ് ഉണ്ട്, അത് ഭയങ്കര സ്പെഷ്യൽ. അത് എനിക്ക് ഭയങ്കര പേഴ്സണലി കണക്ട് ചെയ്തു. അപ്പൊ ഈ അച്ഛന്റെ റേഞ്ചുകളെ കുറിച്ച് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ട്? കാരണം ഈ അച്ഛൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ്, അച്ഛൻ ഞാൻ കണ്ടുള്ള ഇപ്പൊ ലോകത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആക്ടർ ആരെന്ന് വെച്ചാൽ അച്ഛനാണ്. എൻ്റെ ഫേവറേറ്റ് ഓൾ ടൈം ആക്ടർ എന്ന് പറയുന്നത് അച്ഛനാണ്. അപ്പോൾ ആ രീതിയിൽ അച്ഛൻ ഒരു എന്താ പറയുക, അച്ഛൻ കൊടുത്തിട്ടുള്ള ഫോക്കസും അച്ഛൻ ചെയ്തിട്ടുള്ള വെറൈറ്റിയും ഒക്കെ അത് അങ്ങനെ വേറൊരാളിലും ഞാൻ കണ്ടിട്ടില്ല. അതെപ്പോഴും ഈ അച്ഛനെ സെലിബ്രേറ്റ് ചെയ്യാന്ന് പറയുന്ന സാധനമുണ്ട്. വെബ്സൈറ്റിലൊക്കെ നമ്മൾ കാണുമ്പോൾ ഓരോ ഫോട്ടോസ് അല്ലെങ്കിൽ ഇന്റർവ്യൂസ് അല്ലെങ്കിൽ ഓരോരോ അച്ഛൻ 8 പേജ് ആർട്ടിസ്റ്റിൽ പറഞ്ഞിട്ടുള്ള അതൊക്കെ ശരിക്കും എങ്ങനെ ഒരു ആർട്ടിസ്റ്റിക് സെലിബ്രേഷൻ്റെ കൂടെ ഒരു ഭാഗമാണല്ലോ അത്തരം കാര്യങ്ങളൊക്കെ. അച്ഛന് ഉള്ള ഫാൻസ്, അച്ഛൻ്റെ ക്രാഫ്റ്റിന് ഉള്ള ഫാൻസ് എന്ന് പറയുന്നത് എക്കാലവും വളരെ സ്ട്രോങ് ആയിട്ടുണ്ട്. അവർക്ക് അച്ഛൻ്റെ ആരാധകരോട് സംസാരിക്കുന്നത് ഭയങ്കര രസമുള്ളൊരു കാര്യമാണ്. ഓരോ ഡീറ്റെയിൽസും മനസ്സിലാക്കുന്നവരാണ് അവർ. അപ്പോൾ അതിന് ഇപ്പം ഞാനൊരു സൈറ്റ് അച്ഛൻ്റെ പേരിൽ ചെയ്തിട്ടുണ്ടായിരുന്നു 10 years ബാക്ക്. അതിപ്പോഴും ഫുള്ളി ഓൺ ആണ്. അപ്പോൾ അതിലിപ്പോഴും കമൻസ് വരുന്നത് ഞാൻ വായിക്കാറുണ്ട്, അച്ഛൻ്റെ റേഞ്ചിനെ കുറിച്ചും ഈ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചൊക്കെ. അപ്പം അങ്ങനെ ഒരു മെമ്മോറിയൽ ഓൺലൈനിൽ ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് വളരെ സന്തോഷം. ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് അച്ഛൻ്റെ ഒരു ഫേസ് ഉണ്ടായിരുന്നല്ലോ, വയ്യാതിരിക്കുന്ന ഫേസിൽ വീടുകളിലൊക്കെ ആളുകൾക്ക് കത്തുകളൊക്കെ വരുമല്ലോ, ഈ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ നമുക്ക് ഇത്രയും വിസിബിലിറ്റി ഇല്ലല്ലോ. ശരിക്കും ആ സ്റ്റേജിലൊക്കെ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയമാണ്. അപ്പോൾ ആ സ്റ്റേജ് ശരിക്കും എങ്ങനെ ആസ് എ യങ്സ്റ്റർ ഇതൊക്കെ കണ്ടിട്ടുള്ള ഒരാളും കൂടെയാണല്ലോ. അച്ഛൻ്റെ വരുന്ന കത്തുകൾ ആദ്യം പൊട്ടിച്ച് വായിക്കുന്ന ഈ ഫാൻ മെയിൽ, ആ സമയത്ത് അസുഖം വന്ന സമയത്ത് അസുഖം അന്വേഷിച്ചുകൊണ്ടുള്ള ഒരുപാട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിൽ മെയിൽസ് വരുമായിരുന്നു. അപ്പോൾ അതൊക്കെ പൊട്ടിച്ച് വായിച്ചിട്ട് അതിന് റിപ്ലൈ അയക്കുന്നതൊക്കെ എൻ്റെ ചുമതലയായിരുന്നു. അച്ഛൻ സൈൻ മാത്രം ചെയ്യും. അച്ഛൻ കൈ സെലക്റ്റഡ് ലെറ്റേഴ്സ് കാണിച്ചിട്ട് അതിൽ ചെറിയ വാക്യങ്ങൾ എഴുതി സൈൻ ചെയ്യും. അത് വലിയൊരു സമയമാണ്, അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അന്നും ഈ ക്ലൂലെസ്സിന്റെ ഒരു കാര്യം ഉണ്ടല്ലോ, അന്ന് ഈ പറഞ്ഞ കാര്യമായിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. പിന്നെ എങ്ങനെ ഈ പറഞ്ഞ മീഡിയയിലേക്ക് ഫുള്ളായിട്ട് ടേൺ ചെയ്ത് വരുന്നത്? എൻ്റെ എല്ലാ കരിയർ ഇതും വന്നിട്ടുള്ളത്, ജങ്ചേഴ്സ് വന്നിട്ടുള്ളതെല്ലാം ആകസ്മികമായിട്ടാണ്. ജേർണലിസ്റ്റ് ആയതും ഒരുപാട് റീഡിംഗ് ഉണ്ടായിരുന്നു. ഒരു ടെസ്റ്റ് എഴുതി അങ്ങനെ ജേർണലിസ്റ്റായി, ആ കോഴ്സ് പാസ്സായി, ജേർണലിസ്റ്റായി. ഒരുപാട് ഒരു 4-5 മീഡിയ ഹൗസസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് പറഞ്ഞ പോലെ ഞാൻ ഹിന്ദുവിൽ വർക്ക് ചെയ്യുന്ന സമയത്തായിരുന്നു ലാൽ ജോസിനെ പറ്റി. അങ്ങനെ സിനിമയിൽ വന്നു. സിനിമയിൽ പിന്നെ 5 years ഞാനൊരു ബ്രേക്ക് എടുത്തു. അത് കഴിഞ്ഞിട്ട് ബ്രസേറ്റിന് വന്നു. പിന്നെ അരുൺകുമാർ അരവിന്ദ് വന്ന് റൈറ്റിംഗിലേക്ക് വന്നു. എങ്ങനെയൊക്കെയോ ഇങ്ങനെ അല്ല, അപ്പോഴും ഈ തിരിച്ചുവരവിലും ഒരു വലിയ ചോദ്യം ഉണ്ടാവുമല്ലോ, നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക സിനിമയിൽ എന്നുള്ളത്. അപ്പോഴാണ് അരുൺ വരുന്നത് എനിക്ക് സ്ക്രിപ്റ്റ് തന്നെന്ന് പറയാൻ വേണ്ടിയിട്ട്. അപ്പോഴുണ്ടായിരുന്ന ഒരു തോട്ട് പ്രോസസ് എന്തായിരുന്നു, എങ്ങനെയായിരിക്കും ഞാൻ സക്സസ് ആവുക? രസികന് കഴിഞ്ഞിട്ട് ഞാനൊരു ബ്രേക്ക് എടുത്തതിന് കാരണം തന്നെ അന്ന് ഒരുപാട് ആക്ടിങ് ഓഫേഴ്സ് വന്നിരുന്നു. അപ്പൊ ഞാനന്ന് ആലോചിച്ചത് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു സിനിമ ചെയ്യണം എന്നുള്ളതായിരുന്നു എൻ്റെ ഉദ്ദേശം. അപ്പൊ അതിന് പറ്റിയൊരു ആംബിയൻസ് ആയിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് ചെയ്യുന്നത് നമുക്ക് ഉദ്ദേശിക്കുന്ന സാധനങ്ങളല്ല ചെയ്യുന്നെങ്കിൽ പിന്നെ ചെയ്തിട്ട് കാര്യമില്ല. അതിലൊരു പാഷനും അതിലൊരു ഭംഗിയൊക്കെ പോകും. അപ്പോൾ എന്നാൽ പിന്നെ സിനിമ വേണ്ട എന്നായിരിക്കും വിധി എന്ന് പറഞ്ഞ് ഞാൻ അടുത്ത അസൈൻമെന്റ് എടുത്ത് ഞാൻ ഇതിൽ പോവുകയും ചെയ്യും. പിന്നെ 5 years കഴിഞ്ഞ് വേറൊരു അസൈൻമെന്റ് എടുത്ത് MSNന്റെ എന്റർടൈൻമെന്റ് ചീഫായിട്ട് ഇവിടെ വന്നപ്പോഴാണ് ബ്ലസ്സേട്ടൻ വന്നിട്ട് ഈ കമരത്തിൽ അഭിനയിക്കണം. നിർബന്ധത്തിലാണ് ഞാൻ തിരിച്ചു വന്നത്. അരുണും അതുപോലെ തന്നെ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് അത് ചെയ്യണമെന്ന് പറഞ്ഞു. മനസ്സിൽ ആഗ്രഹിക്കുന്ന സിനിമകൾ ചെയ്യാനായിരുന്നു സിനിമയിൽ എൻ്റർ ചെയ്യാൻ ഞാൻ വിചാരിച്ചത്. അത് നടന്നില്ല എന്ന് പറഞ്ഞ് പോയ തന്നെ ഞാൻ അതിലൊരു സമയം വന്നപ്പോൾ തിരിച്ചു വന്നു എന്നുള്ളതാണ്.
അത്രേ ഉള്ളൂ. ഈ മറ്റേ കമർ സംഭവത്തിന് ലാസ്റ്റ് ഒരു കോട്ട് ഉണ്ടല്ലോ, ഈ ഹിസ്റ്ററി ഈസ് മെയ്ഡ് അപ്പോൺ ലൈസ് എന്ന് പറഞ്ഞിട്ട്. അന്ന് ആക്ച്വലി അത് പലർക്കും ഈ കൺവേ ആവാതിരുന്ന കാര്യമായിരുന്നു. ഇപ്പോഴും അതിനൊരു ഭയങ്കര കൾട്ട് ക്ലാസിക് ഫോളോയിങ് ആയി വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ സീക്വലിന് വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റുകൾ ഭയങ്കരമായിട്ടുണ്ട്. ഈ കമാര സംഭവത്തിന്റെ ഒരു മൊത്തത്തിലുള്ള പ്രോസസ്സിൽ ഏറ്റവും ടയറിംഗ് ആയിട്ടുള്ള എന്തായിരുന്നു? അതിന്റെ ഒരു കൺവിൻസിങ് ഫാക്ടർ ഉണ്ടല്ലോ ഈ രണ്ട് ഹാഫും തമ്മിലുള്ള. അതെ, അതിൽ ഏറ്റവും കൂടുതൽ എക്സോസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രൊഡക്ഷൻ ഡിസൈനാണ്, ആർട്ട് ഡയറക്ഷൻ. അപ്പോൾ അതിന് ഒരുപാട് ഇൻപുട്സ് കൊടുക്കേണ്ടി വരും. അതിന്റെ ഡ്രോയിങ്സ്, അതിന്റെ സംഭവങ്ങൾ, ആ കാലത്തിന്റെ ഇത്, അത് മുഴുവനും വർക്ക് ചെയ്യേണ്ട ഒരു ഏരിയ ആയിരുന്നു. അപ്പോൾ അതിന് മുഴുവനും അതിന്റെ സർവൈലൻസ് മുഴുവൻ ഉണ്ടായിരുന്നു, സൂപ്പർവിഷനൊക്കെ. അത് കൺവിൻസ് ചെയ്യാന്ന് പറയുന്നത് ഒരു പാടുള്ള കാര്യമാണ്. അതിന്റെ എഫർട്ടായിരുന്നു അതിന്റെ ബേസിക് എഫർട്ട് എന്ന് പറയുന്നത്. ഇപ്പൊ അത് ആൾക്കാർ അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, ഒരുപാട് ഡിസ്കസ് ചെയ്യപ്പെടുന്നുണ്ടെന്ന് പറയുന്നതിന് വളരെ സന്തോഷമുണ്ട്. കാരണം അന്ന് ഈ പ്രോപ്പഗൻഡ ഫിലിംസ് എന്താണ് ചെയ്യുന്നത്, പൊളിറ്റിക്കൽ പ്രോപ്പഗൻഡ ബയോപിക്സിലൂടെ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതിനെ അടയാളപ്പെടുത്താൻ ഒരു ആവശ്യം ഉള്ളതായിട്ട് തോന്നി. അതാണ് അത് ചെയ്തത്. അതിനൊരു സെക്കൻഡ് പാർട്ടുണ്ട്, അതും എനിക്ക് ചെയ്യണം എന്നുണ്ട്. പക്ഷെ അതിന് കറക്റ്റായിട്ട് വരണം. കാരണം ഈ ബയോഗ്രഫീസിന്റെ കാര്യം, ബയോഗ്രഫീസ് ശരിക്കും ഈ നമുക്ക് പറയുമ്പോൾ ഭയങ്കര ഹെവിലി ഇൻഫ്ലുവൻഷ്യൽ കാര്യങ്ങളാണ്. ഇപ്പം നമുക്ക് സ്പോർട്സ് സ്റ്റാർസിന്റെ നമുക്ക് പ്രൈമറി ബയോപിക്സ് എടുത്താൽ കൂടെ ഭയങ്കര അധികം ആളുകളിലേക്ക് അത് ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ഓൺ ദി അതർ സൈഡ് ഈ പൊളിറ്റിക്കൽ ബയോപിക്സിനും അതിൻ്റെതായിട്ടുള്ള ഒരു സൈഡ് എഫക്ട്സ് അല്ല, സൈഡ് എഫക്ട്സ് എന്ന് പറയുന്നതിനേക്കാളും കൂടുതൽ അത് ആളുകളിലേക്ക് ഒരു മിസ്കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടാവില്ല. അതെപ്പോഴെങ്കിലും കോൺഷ്യസ്. അതാണ് കമാൽ സംഭവത്തിന്റെ തീം എന്ന് പറയുന്നത്. പൊളിറ്റിക്കൽ ബയോപിക്സ് എന്ന് പറയുന്നത് പൊളിറ്റീഷ്യൻസിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ നേതാക്കന്മാരെ കുറിച്ചുള്ള ബയോപിക്സിന് വ്യക്തമായ ഒരു അജണ്ട എപ്പോഴും ഉണ്ടാവാറുണ്ട്. ഏതെങ്കിലും ഒരു ടീം അതിന്റെ പുറകിലുണ്ടാവും, ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടി അതിന്റെ പുറകിലുണ്ടാവും. അപ്പൊ അവരുടെ അജണ്ട ഇതിനകത്തോട്ട് ഇൻജെക്ട് ചെയ്യും. നമ്മൾ അതിനുശേഷം വന്നിട്ടുള്ള ഇഷ്ടംപോലെ ബയോപിക്സ് ഉണ്ട്. അത് ഏതെടുത്ത് നോക്കിയാലും നമ്മൾ ഒരു പക്ഷത്തിന്റെ ബയോപിക്കാണ്. ഒരുപാട് കാര്യങ്ങളെ ട്വിസ്റ്റ് ചെയ്ത് ട്വീക്ക് ചെയ്ത് വേറെ രീതിയിലാക്കി എന്താണ് അധമന വീരനെ അധമനമാക്കുന്ന ഒരു പരിപാടിയുണ്ട് ബയോപിക്സ്. അപ്പൊ അതിനെയാണ് ഒബ്സർവ് ചെയ്തിരുന്നത്. ഈ ആക്ടേഴ്സിന്റെ ഒരു പൊളിറ്റിക്കൽ ഇമ്പാക്ട് ഉണ്ടല്ലോ ഇവരുണ്ടാകുന്ന ഒരു കാരണം ഒരു ആക്ടേഴ്സ് ഓപ്പൺ പൊളിറ്റിക്സിലേക്ക് വരികയാണെങ്കിൽ ജനങ്ങൾക്കുള്ളൊരു സാധാ പെർസ്പെക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മേ ബി അവിടെ അയാൾക്ക് ഇനി എന്തിനാണ് ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സിനെക്കാളും കൂടുതൽ അയാൾക്ക് ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളൊരു പോയിന്റ് അവിടെ ഉണ്ട്. രണ്ടാമത്തെ കാര്യം, അയാൾ ചൂസ് ചെയ്യുന്ന ഐഡിയോളജി ഏതാണ്, മേ ബി പറഞ്ഞ പോലെ ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ അയാളുടെ ബേസിക് ഐഡിയോളജി. ഒരു ആക്ടേഴ്സ് ശരിക്കും എങ്ങനെ ആ ഒരു പെർസ്പെക്റ്റീവ്സ് കാണണ്ടേ പൊളിറ്റിക്സിലേക്ക് വരുമ്പോഴത്തേക്കും? ഞാൻ എനിക്ക് വേണ്ടി മാത്രമല്ല സംസാരിക്കാൻ പറ്റും. ഒരു ആക്ടർ എന്നുള്ള നിലയിൽ, ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ വളരെ പ്രൈവറ്റ് പേഴ്സൺ ആയിരിക്കണം ഒരാളെന്നുള്ളത്. രാഷ്ട്രീയത്തിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ മൊമെന്റിൽ നമ്മുടെ പിന്നെ നമുക്ക് എന്താണ് കക്ഷി രാഷ്ട്രീയത്തിലാണ് ഞാൻ രാഷ്ട്രീയം എല്ലാവർക്കും ഉണ്ട്. കക്ഷി രാഷ്ട്രീയത്തിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഒരാളിന്റെ ഹെഞ്ച്മാനായി മാറും. അത് അവർ പറയുന്നത് മുഴുവൻ നമ്മൾ പറയേണ്ടി വരും, നമ്മൾ പാരറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ നമ്മളൊരു ആർട്ടിസ്റ്റ് അല്ലാതെ ഒരിക്കൽ വൺസ് യു എൻ്റർ എന്താണ് the realm of electoral politics, you cease to be a creator, you will become a parrot. അപ്പൊ അത് ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ല. പൊളിറ്റിക്സിൽ എൻ്റർ ചെയ്താൽ തന്നെ ആ മൂവ്മെന്റ് എന്റെ കലാജീവിതം അതോടുകൂടി അവസാനിക്കും. പിന്നെ ഞാൻ പറയുന്നത് എന്തിനും ഒരു കളർ വരും. ഈ എപ്പോഴെങ്കിലും ഈ മൊത്തത്തിൽ ഇന്ത്യ പല സ്ഥലങ്ങളും പല പ്രത്യേകതകളാന്ന് പറയുമ്പോഴും ഇതെപ്പോഴും ഭയങ്കര ട്രെൻഡായിട്ടുള്ള സാധനമാണല്ലോ. ആർട്ടിസ്റ്റ് പൊളിറ്റിക്സിലേക്ക് വരുന്നു, അവർ വലിയ രീതിയിൽ വിജയങ്ങൾ ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ ഈ സ്ഥലത്താണെങ്കിൽ അവർ മോസ്റ്റ് പവർഫുൾ റോളുകളിൽ ഇരുന്നിട്ടുണ്ട്. ശരിക്കും അവിടെ ആർട്ടിസ്റ്റ് വരുമ്പോഴത്തേക്കും അവരിപ്പോഴും വർക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുമല്ലോ. അവർ ആസ് എൻ ആർട്ടിസ്റ്റ് അവർ വോട്ടെവർ അവർ സിനിമ ചെയ്യാണോ അല്ലെങ്കിൽ അവർ എഴുതുവാണോ, അപ്പൊ അതിന് ഷെയ്ഡ് ഉണ്ടാവും എന്ന് പറയുമ്പോഴും അതെങ്ങനെയായിരിക്കും ജനങ്ങൾ കാണേണ്ട ഒരു കാര്യം? എങ്ങനെയായിരിക്കും ജനങ്ങളുടെ മുമ്പിലേക്ക് അതെന്തായിരിക്കും വെക്കുക? അല്ല, ഒരു ആക്ടറിന് പൊളിറ്റീഷ്യൻ ആവാൻ പറ്റില്ല എന്നൊരു ഇതില്ല. നല്ല ആക്ടേഴ്സ് നല്ല പൊളിറ്റീഷ്യൻസ് ആയിട്ടുണ്ട് ഈ രാജ്യത്ത്. ഒരുപാട് ആക്ടേഴ്സ് ഫെയിൽ ചെയ്തിട്ടുണ്ട്. അത് അവരുടെ കഴിവുപോലെ. ഞാൻ പറഞ്ഞത് ആസ് എൻ ആർട്ടിസ്റ്റ് നമ്മളൊരു പക്ഷത്തെ ഒരു ഇലക്ട്രൽ പൊളിറ്റിക്സിന്റെ ഒരു ഭാഗത്തേക്ക് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ക്രിയേറ്റീവ് എൻഡവർ എന്ന് പറയുന്നത് നമ്മുടെ ഇതിനൊരു കളേർഡ് ഇത് ഉണ്ടായിരിക്കും ആൾക്കാരുടെ ഇടയിൽ എപ്പോഴും. അതിപ്പോ ജേർണലിസ്റ്റ് ആയാലും ശരി, ഒരു കക്ഷിയിൽ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ ആ ജേർണലിസ്റ്റ് പറയുന്നതിന് ഏത് വിഭാഗത്തിനും പിന്നെ ആ കക്ഷിയുടെ ആളായി മാറും. അതിന് അത്രത്തോളം വാല്യൂ ആൾക്കാർ കൊടുക്കും. അതെല്ലായിടത്തും ഉണ്ട്. ഇപ്പോഴും ഒരു 10-14 വർഷം മുമ്പ് ഈ സെലിബ്രിറ്റീസിനെ പറ്റിയിട്ട് ഒരു സംഭവം പറഞ്ഞത് ഭയങ്കര അധികം ഇപ്പൊ പലരും വായിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. അതായത് വി ലാക്ക് സെലിബ്രിറ്റീസ് സോ വി മേക്ക് സെലിബ്രിറ്റീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഉണ്ടല്ലോ. അതെപ്പോഴെങ്കിലും ഇപ്പോഴും തോട്ട് വരാറുണ്ട് അങ്ങനത്തെ തോട്ടിൽ? അങ്ങനൊന്നുമില്ല, അത് കാലത്തിന്റെ ഇതാണ്. നമ്മൾ ഒരുപാട് അവന്യൂസ് ഉണ്ട്, ഒരുപാട് സെലിബ്രിറ്റീസ് ഓരോ സ്ഥലങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. അത് കാലത്തിന്റെ ഒരു എന്താണ് അനിവാര്യത.
ഈ 10 വർഷം മുമ്പ് ഈ പറഞ്ഞ എന്താ പറയണ മീഡിയയിൽ ഒരു സംഭവം വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമായിരുന്നല്ലോ. ഈ കുറെ വർഷം മുമ്പ് നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട്. പക്ഷെ ഇപ്പോഴും ഈ ഇഫ് യു ഹാവ് എൻ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് യു ആർ എ സെലിബ്രിറ്റി, അവർക്ക് ഈ പറഞ്ഞ പോലെ പല കാര്യങ്ങൾ അവരത് ബ്രേക്ക് ചെയ്യാൻ നോക്കുമ്പോൾ ഭയങ്കര അധികം ഈ പറഞ്ഞ ക്രിറ്റിസിസംസ് വരാറുണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ സൈബർ അറ്റാക്സുകൾ വരാറുണ്ട്. ഈ സോഷ്യൽ മീഡിയ യൂസേജ് ശരിക്കും എങ്ങനെ ആയിരിക്കണം എന്നൊരു ആർട്ടിസ്റ്റ് ചിന്തിക്കാൻ ഉണ്ടോ? പണ്ട് ഇപ്പൊ തന്നെ ഒരു ടെലിവിഷൻ ചാനൽ കാണുമ്പോഴായിരിക്കും നമുക്ക് ന്യൂസിന്റെ കറക്റ്റ് അനാലിസിസ് കിട്ടുക. ഇപ്പൊ അങ്ങനെയല്ല, നന്നായിട്ട് അനാലിസ് ചെയ്യുന്ന ഒരുപാട് ഇൻഡിപെൻഡന്റ് യൂട്യൂബേഴ്സ് ഉണ്ട്. പൊളിറ്റിക്കൽ സിറ്റുവേഷൻസ് ആണെങ്കിലും ഇപ്പൊ സിനിമയുടെ കാര്യങ്ങളാണെങ്കിലും നന്നായിട്ട് അനലൈസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. വളരെ തെറ്റായിട്ടുള്ള രീതിയിലും വളരെ മോശമായിട്ട് അനലൈസ് ചെയ്യുന്ന ആൾക്കാരും വളരെ ഡേഞ്ചറസ് ആയിട്ട് വരെ കാണുന്നവരുമുണ്ട്. അപ്പൊ ഇവരെല്ലാവരും ഒരു പ്രത്യേക റീച്ചുള്ളവരാണ് സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം. അപ്പൊ ഇതിലെല്ലാം നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി സെലക്ട് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അതൊരു കാഴ്ചക്കാരന്റെ ദൗത്യമായിട്ട് മാറി. പണ്ടെന്ന് പറഞ്ഞാൽ ഇതൊക്കെ വളരെ എക്സ്ക്ലൂസീവ് ആയിരുന്നു. ഇപ്പൊ അതല്ല. ഇപ്പൊ ഷോർട്ട് ഫിലിംസ് ഇഷ്ടം പോലെ വലിയ ഒരുപാട് പോപ്പുലർ ആവുന്ന ഷോർട്ട് ഫിലിംസ് ചെയ്യുന്നവരുണ്ട്. ഒരുപാട് അവന്യൂസ് ഉണ്ട്. അപ്പൊ ഇറ്റ് ഈസ് അപ് ടു ദ വ്യൂവർ ടു എക്സസൈസ് ചോയ്സ്. ഇപ്പോഴും ഈ അടുത്ത് വന്നിട്ടുള്ള ഒരു ആളാണ് ഇപ്പൊ ധ്രുവ് റാത്തി എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബറിന്റെ കാര്യമാണെങ്കിലും ഇലക്ഷന് വലിയ രീതിയിൽ ഇമ്പാക്ട് ഉണ്ടായി. അതായത് യങ്സ്റ്റേഴ്സിന്റെ വോട്ടുകൾ വലിയ രീതിയിൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ള ഒരാൾ കൂടെയാണല്ലോ. എങ്ങനെ അങ്ങനത്തെ ആളുകളൊക്കെ കാണുന്ന നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അവരത് ന്യൂസ് ചാനൽസിനെ പോലെ തന്നെ എഫിഷ്യന്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ടാണ്. ഇപ്പൊ നമുക്ക് തോന്നുകയാണ് നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടണമെങ്കിൽ ഇന്നാളുടെ വീഡിയോ കണ്ടാലേ കിട്ടൂ എന്ന് തോന്നുന്നത് നമ്മളൊരു ടെലിവിഷൻ ചാനലിന് പകരം ഇത്രയും മുതൽ മുടക്കുള്ള ഒരു ടെലിവിഷൻ ചാനലിന് പകരം ഈ അനാലിസിസ് എങ്ങനെയായിരിക്കും പോകുന്നത്. അപ്പൊ അങ്ങനെ പോകുന്നവരുണ്ട്. അപ്പൊ ഇപ്പൊ ധ്രുവ് രാഠി ആണെങ്കിലും ഒരുപാട് പേരുണ്ട്, ഒരുപാട് അങ്ങനത്തെ ആൾക്കാരുണ്ട്. കാണാറുണ്ട് അത്തരം കാര്യങ്ങളൊക്കെ. നമ്മള് കാണേണ്ട കാര്യങ്ങളെല്ലാം കാണാറുണ്ട്. ഈ ഒരു ആക്ടർ മറ്റേ എന്താ പറയുക ലൂസിഫർ പോലെ അല്ലെങ്കിൽ എംപുരാൻ പോലെ ഒരു സിനിമ ചെയ്യുമ്പോൾ ഈ ഇട്ടൊരു പോസ്റ്റ് ഉണ്ടായിരുന്നല്ലോ, ഞാൻ എഴുതിയത് അതുപോലെ പകർത്തിക്കൊണ്ടിരിക്കുക എന്നുള്ളൊരു സംഭവം. ശരിക്കും ഈ എംപുരാന്റെ ഒരു വലിപ്പം എപ്പോഴും ഈ പറഞ്ഞ ഇൻബോക്സിലും അല്ലെങ്കിൽ ചർച്ചകളിലൊക്കെ വരാറുണ്ട്. എന്തുകൊണ്ടായിരിക്കും വൈ പൃഥ്വിരാജ് അത്തരം ഒരു കൺവിക്ഷനോടുകൂടി അത് ചെയ്യുന്നുണ്ടല്ലോ? ആദ്യമേ ഈ പറഞ്ഞ പോലെ എംപുരാൻ വേണ്ടി ഇപ്പൊ ചെറിയ സിനിമയാണെന്ന് പറയുന്നുണ്ടെങ്കിലും അതിന്റെ വലിപ്പം ഭയങ്കര വലുതാണ്. എന്തോരായിട്ടുണ്ട് അതിന്റെ ഒരു പ്രോസസ്സും കാര്യങ്ങളൊക്കെ? ഷൂട്ട് നടക്കുകയാണ് ഇപ്പോൾ. ഈ എപ്പോഴെങ്കിലും ഈ ലാലേട്ടനെ പറ്റിയിട്ടൊക്കെ നമ്മൾ പറയുമ്പോഴത്തേക്കും ആസ് എൻ ആക്ടർ ഇന്ത്യ കണ്ടതിൽ ലോകം കണ്ടതിൽ ഏറ്റവും ബ്രില്യൻ്റ് ആക്ടേഴ്സിൽ ഒരാളാണ്. അപ്പോഴും ഈ അദ്ദേഹത്തിന് വേണ്ടി ഒരു സിനിമ എഴുതുമ്പോഴത്തേക്കും അദ്ദേഹം ആസ് എൻ ആക്ടർ നമ്മൾ നിൽക്കുമ്പോഴത്തേക്കും ഒരു സ്റ്റാർ കൂടെയാണല്ലോ. എങ്ങനെ ആരും ഇത് ബാലൻസ് ചെയ്ത് എഴുതാൻ പറ്റും? നമ്മൾ എഴുതിയൊരു സ്ക്രീൻ പ്ലേയിലെ ഒരു ക്യാരക്ടറാണ് അത്. അപ്പൊ അതിന് ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള ആളുകൾ ലാലേട്ടനായിരുന്നു, സ്റ്റീഫൻ നെടുമ്പള്ളി എന്നുള്ള ക്യാരക്ടർ. അപ്പോൾ അതാണ് അതിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. അതിനപ്പുറത്തേക്ക് ആ കഥാപാത്രത്തിന് ചുറ്റിപ്പറ്റി സിനിമ ചെയ്യാനല്ല ചെയ്യുന്നത്. സിനിമയ്ക്ക് ആ കഥാപാത്രമുണ്ട്. ആ കഥാപാത്രമാണ് അതിന്റെ ഏറ്റവും പിവട്ടലായിട്ടുള്ള ക്യാരക്ടർ എന്ന് പറയുന്നത്. ഫൾക്രം ക്യാരക്ടർ എന്ന് പറയുന്ന ക്യാരക്ടറാണ്. അപ്പൊ അത് അതിന് ഏറ്റവും പറ്റിയ ആൾ ലാലേട്ടനാണ്. ലാലേട്ടനെ സമീപിച്ചു, ലാലേട്ടൻ ചെയ്യുന്നു, അതിന്റെ കണ്ടിന്യൂഷൻ ഉണ്ടാവും. അല്ല ഇപ്പോഴും ഈ അന്ന് വളരെ സില്ലി ആയിട്ടുള്ള ട്രോളുകളിൽ ഒന്നായിരുന്നു ഈ പറഞ്ഞ പോലെ ഇപ്പൊ അതിനു മുമ്പ് വന്ന ടിയാനാണല്ലോ. ടിയാന ആക്ച്വലി ആൾക്കാർക്ക് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള സില്ലി ആയിട്ടുള്ള ട്രോളാണ്. അതായത് മുരളീചേട്ടന്റെ സ്ക്രിപ്റ്റുകൾ നമുക്ക് ഇങ്ങനെ കുറച്ചുകൂടെ കോംപ്ലക്സ് ആയിട്ട് നിന്നിരുന്ന സ്ക്രിപ്റ്റുകളായിരുന്നു. ലൂസിഫർ വരെ എന്ന് പറഞ്ഞിട്ടുള്ള, പക്ഷെ ലൂസിഫർ അല്ല ഏറ്റവും കോംപ്ലക്സ് സ്ക്രിപ്റ്റ്. ഞാനൊരു മെയിൻ സ്ട്രീം റൈറ്ററാണ്. ഞാൻ അതിൽ എക്സ്പെരിമെന്റ് ചെയ്തിട്ടുള്ള ആളാണ്. ലൂസിഫറിലെ വേറൊരു തരം എക്സ്പെരിമെന്റ് ഉണ്ട്, അതിന്റെ ലെയറിങ്ങിലൊക്കെ ഉണ്ട്. പക്ഷെ അതിന്റെ ബേസിക് ഫോർമാറ്റിൽ പ്യൂർ ആയിട്ടുള്ള ഒരു കമേഴ്ഷ്യൽ എന്റർടൈൻമെന്റ് ഫോർമാറ്റിൽ എഴുതിയ ഒരു സിനിമയാണ്. അപ്പൊ അത് എഴുതാൻ അത് എനിക്ക് പറ്റില്ല എന്ന് പറയുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ചിരിയാണ് വന്നിട്ടുള്ളത്. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ബേസിക്കലി അതിന്റെ ഒരു ഫാനാണ്. എനിക്കത് എഴുതാൻ വലിയ ഇഷ്ടമുള്ള ഒരു ഏരിയയാണ് കമേഴ്ഷ്യൽ ഫിലിംസ് എന്ന് പറയുന്നത്. അപ്പൊ അതില് എക്സ്പെരിമെന്റേഷന്റെ ലെവൽസ് ഏറ്റവും കുറച്ചിട്ടുള്ള സിനിമയാണ് ലൂസിഫർ എന്ന് പറയുന്നത്. പക്ഷെ എക്സ്പെരിമെന്റൽ ഫിലിംസ് എനിക്ക് ഇഷ്ടമാണ്. അപ്പൊ അതാണ് ടിയാനും കമാർ സംഭവം ഒക്കെ എക്സ്പെരിമെന്റിന്റെ എലിമെന്റ് ഉള്ള സിനിമകളാണ്. ലൂസിഫറിലെ എക്സ്പെരിമെന്റ് ഇല്ല, അത് വേറൊരു നെറേറ്റീവ് ലെവലിലുള്ളൊരു ലെയറിങ്ങിന്റെ ഒരു എക്സ്പെരിമെന്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ രാജുവായിട്ടുള്ള അസോസിയേഷനിൽ ഞാൻ പറയുന്ന എന്തും പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു ഡയറക്ടറാണ് പൃഥ്വിരാജ്. അപ്പൊ ആ ഒരു ഡിഫറൻസ് ഉണ്ട്. അതിന്റെ ഒരു ഈ ഘട്ബന്ധൻ എന്ന് പറയുന്നത് അത് വളരെ സ്ട്രോങ് ആണ്. ഘട്ബന്ധൻ ഈ ഹിന്ദി സിനിമകളിലൊക്കെ ഭീകര ഫാൻ കൂടെയാണല്ലോ. അമിതാഭ് ബച്ചൻ സാറിനെ വെച്ചിട്ട് ഒരു സിനിമ ശരിക്കും മനസ്സിലുണ്ടോ? കാരണം ഭീകര ഫാനാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. അല്ല, അദ്ദേഹമാണ് ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാർ, ദ റിയൽ മെഗാ സ്റ്റാർ.
ആസ് ആൻ ആക്ടർ ടു എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. അദ്ദേഹത്തിനെ വെച്ച് ഒരു സിനിമ ചെയ്യണമെന്നുള്ളൊരു സ്വപ്നമാണ്. പക്ഷെ അത് എങ്ങനെയാണെന്നുള്ളത് മീറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, മീറ്റ് ചെയ്തിട്ടില്ല. ശരിക്കും എന്തായിരുന്നു ഈ പറഞ്ഞ 80s അല്ലെങ്കിൽ 90s പുള്ളി ഉണ്ടാക്കിയൊരു പേഴ്സോണ ഉണ്ടല്ലോ ഈ പല സിനിമകളിലും ഈ പറഞ്ഞ ഭയങ്കര ആംഗ്രി യങ് മാൻ, അതാണ് ഏറ്റവും കൂടുതൽ ഫാസിനേഷൻ. അതല്ല, ഒരുപാട് വെറൈറ്റീസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ കാണുന്ന ഒരുപാട് സൂപ്പർ സ്റ്റാർസിൽ പുള്ളിയുടെ എലിമെന്റ്സും കാണാൻ പറ്റും. പുള്ളി കൊണ്ടുവന്നിട്ടുള്ളതാണ് ശരിക്കുള്ള റിയൽ ആ ടെംപ്ലേറ്റ് എന്ന് പറയുന്നത്. അതിപ്പോ നമ്മൾ ഇറങ്ങുന്ന സിനിമകൾ നമ്മൾ ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവും. ഒരുപാട് ആൾക്കാരെ സെലിബ്രേറ്റ് ചെയ്യുന്ന ആൾക്കാരിലെല്ലാം ഇവർക്ക് ഈ ബച്ചൻ ഫിക്സേഷൻ കാണാൻ പറ്റും. അപ്പൊ അദ്ദേഹം ഒരു എന്താ പറയുക, ഒരു വൺ ഓഫ് എ കൈൻഡ് എന്ന് പറയുന്ന ഒരാളാണ്. ഇപ്പോഴും ഈ ഷാറുഖ് ഖാനെ പറ്റിയിട്ടൊക്കെ നമ്മൾ പറയുമ്പോൾ ഈ എപ്പോഴും പറയാറുണ്ട് ഹീസ് ലാസ്റ്റ് ഓഫ് ദ സ്റ്റാർസ് എന്ന് നമ്മളെപ്പോഴും പറയാറുണ്ട്. കാരണം ഈ പറഞ്ഞ പോലെ നമുക്ക് ഇനിയൊരു ഭീകരമായിട്ടുള്ള ഒരു സൂപ്പർ സ്റ്റാർ ഓർഗാനിക് ആയിട്ട് ഇത്രയും വർഷം കൊണ്ട് ഉണ്ടാവും എന്ന് ചോദിച്ചിട്ടില്ല. അപ്പോൾ മുറിച്ചേട്ടൻ്റെ ഇത് പെർസ്പെക്റ്റീവിൽ വാട്ട് ഇസ് എ സൂപ്പർ സ്റ്റാർ ആക്ച്വലി? എന്തായിരിക്കണം ഒരു സൂപ്പർ സ്റ്റാറിന് ഒരു നമ്മുടെ ആസ്പിറേഷൻ എന്നൊക്കെ പറയില്ലേ? ലാസ്റ്റ് ഓഫ് ദ സൂപ്പർ സ്റ്റാർ സത്യം പറഞ്ഞ 2000 പറഞ്ഞിട്ടുണ്ട്. 2000 എനിക്ക് ഓർമ്മയുണ്ട്, വളരെ പ്രസിദ്ധനായ ഒരു സംവിധാനം പറഞ്ഞിട്ടുണ്ട്, സൂപ്പർ സ്റ്റാർസിന്റെ ഏജ് ഇതോടുകൂടി എന്ത് ചെയ്യാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. അത് കഴിഞ്ഞിട്ട് 2 മാസം കഴിഞ്ഞപ്പോഴാണ് കഹോന പ്യാർ ഹെ എന്ന് പറഞ്ഞ സിനിമ വന്നിട്ട് ഹൃതിക് റോഷൻ 6 to 60 ഏജ് റേഞ്ചിൽ സൂപ്പർ സ്റ്റാർ. ഇതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതൊക്കെ നമ്മുടെ തോന്നലുകളൊക്കെ ആവാം. നമ്മളെപ്പോഴും സർപ്രൈസ് ചെയ്തുകൊണ്ടിരിക്കും. എല്ലാം ഈ ഉദയങ്ങൾ, അസ്തമയങ്ങൾ, ഇതൊക്കെ നമ്മളെ സർപ്രൈസ് ചെയ്തുകൊണ്ടിരിക്കും എപ്പോഴും. ഈ ആക്ടേഴ്സിന്റെ തിരിച്ചുവരവുകളും അതുപോലെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണല്ലോ. കാരണം ഈ നമ്മൾ കണ്ട് സെലിബ്രേറ്റ് ചെയ്തിരുന്ന ഒരാൾക്ക് ഒരു ചെറിയ ഡൗൺഫോൾ വരുന്നു, പക്ഷെ അവരുടെ ഈ വിജയങ്ങൾ ഭയങ്കര അധികം സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ മറ്റേ വിശ്വാസം ഉണ്ടോ? ഈ കംബാക്ക് എല്ലാം സംഭവിക്കും. എന്തും സംഭവിക്കും. ഉദയവും അസ്തമയം പറയുന്ന പോലെ ഗ്രഹണവും സംഭവിക്കാം.